ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഏത് ഓഡിയൻസാണ് കാണേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഒരു ഇൻവെസ്റ്ററൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇതിനകത്ത് ഞാൻ ഡയറക്ഷണൽ ട്രേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ലാർജ് ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻ ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യിപ്പിക്കുക. അപ്പം നമ്മൾ രാവിലെ തന്നെ ഡൗൺ ട്രെൻഡ് ആണെന്ന് വിചാരിക്കും, ആ രീതിയിലുള്ള ഡയറക്ഷൻ കാണിക്കും. പെട്ടെന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സ് ആവുന്നു, നമ്മുടെ പ്രോഫിറ്റ് എല്ലാം ലോസ് ആകുന്നു, നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നു, നമ്മുടെ എമൗണ്ട് പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് കയറി വാട്ട് ഹാപ്പൻ, എന്തോ ഒരു വലിയ ന്യൂസ് വന്നു, അല്ലെങ്കിൽ ട്രംപ് എന്തോ അനൗൺസ്മെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്തോ പോളിസി കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തോ എവിടെയോ വാർ നടന്നു, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. വി വിൽ ആസ് എ നോർമൽ ട്രേഡർ അല്ലെങ്കിൽ ഒരു നോർമൽ റീറ്റെയിൽ മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇറ്റ് ഈസ് എ പക്ക ബേസ്ഡ് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് റോങ്. ഒരു കാരണവശാലും അതൊരിക്കലും ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയിരിക്കില്ല. ഓക്കെ, ചില സമയങ്ങളിൽ ചില സ്റ്റോക്കുകളൊക്കെ ഇടിയാറുണ്ട്, സ്റ്റോക്കിൽ മാത്രം പെട്ടെന്ന് ലോസ് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടാറ്റ മോട്ടോഴ്സിന് ഷെയർ ഇത്ര പോയിന്റ് ഇടിഞ്ഞു. അങ്ങനെയുള്ള സമയങ്ങളിൽ ഓക്കെ, കമ്പനിയുടെ റിസൾട്ട് മോശമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു പോളിസി വരുമ്പോഴൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു ന്യൂസ് ബേസ്ഡ് സിസ്റ്റം ട്രൂ ആയിരിക്കും. ബട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്നയുടെ കേസിലോട്ട് വരുമ്പോൾ, അതായത് ഇൻഡെക്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ആ മൂവ്മെൻറ്റ് ഒരു കാരണവശാലും ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം അവരൊരിക്കലും പെട്ടെന്ന് ന്യൂസ് വരുന്നത് കണ്ടിട്ടായിരിക്കില്ല, അവർക്ക് പ്രീ പ്ലാൻഡ് ഒരു പൊസിഷൻസ് കാണും. അവരതിനെ പ്രോഫിറ്റബിൾ ആക്കിയതിന് ശേഷമേ വാട്ട് എവർ ഹാപ്പൻ അവരതിനോട് നിന്ന് എക്സിറ്റ് അടിക്കും. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റ് മാനിപ്പുലേഷനിൽ വീണ് പോകുന്നതാണ് റീറ്റെയിലേഴ്സ്. അങ്ങനെയാണ് 99% ട്രേഡേഴ്സും മാർക്കറ്റിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാർട്ട് പാട്ട് ഞാൻ എടുത്ത് എന്തിനാണ് കാണിച്ചത്, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങൾ ഈ ചാർട്ട് കണ്ടോ, ഇത് നിഫ്റ്റി 2018 ജനുവരി 12 ചാർട്ടാണ്. ഓക്കെ, ഇതിൽ കണ്ടോ രാവിലെ തന്നെ ഓക്കെ പോയി, ജസ്റ്റ് എ സെക്കൻഡ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു 18 ജനുവരി 2018 ഈ ഒരു ഇതാന്ന് നോക്കിയേ, ഇവിടെ വെച്ച് ആരും ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് കടക്കില്ല അല്ലേ. ഇവിടെ വെച്ച് ഒരു നോർമൽ ട്രേഡർ ആണെങ്കിൽ ഒരു ഓപ്ഷൻ ബൈയിങ്ങോ സെല്ലിങ്ങോ ചെയ്യില്ല, കാരണം ഇവിടെ അതിന് മാത്രമുള്ള മൂവ്മെൻ്റ് ഇല്ല. അപ്പം എന്ത് ചെയ്യും, കൺസോളിഡേഷനാണ്. അപ്പം കൺസോളിഡേഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓപ്ഷൻ സെല്ലിങ് ചെയ്യാൻ ബെറ്ററാണ് അല്ലേ. ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 11-12 മണി ആയപ്പോഴാണ് ഈ ഫാള് വന്നത്. ഓക്കെ, ഒരു ബിഗ് ഫാളായിരുന്നു അല്ലേ, ഈ ഗ്യാപ്പ് പോലും ഫില്ല് ചെയ്യാതെ അതങ്ങ് ഗ്യാപ്പും ഫില്ല് ചെയ്ത് വീണ്ടും താഴോട്ട് പോയി. അപ്പോൾ ഇവിടെ വെച്ച് ഓപ്ഷൻ സെല്ല് ചെയ്ത ഒരാൾക്ക് എന്ത് സംഭവിക്കും, വാട്ടെവർ എന്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഒരാൾ സെല്ല് ചെയ്തു ഈ ഒരു മൂവ്മെൻറ്റിൽ. ഓക്കെ, ഇപ്പം 40 രൂപയുടെ ഒരു ഓപ്ഷനാണ് സെല്ല് ചെയ്തെങ്കിൽ, ഈ 40 രൂപയുടെ ഓപ്ഷൻ ഒരു 30 ആയെങ്കിലല്ലേ അയാൾക്ക് ഒരു 10 പോയിന്റിലും കിട്ടത്തുള്ളൂ. പക്ഷെ 40 പെട്ടെന്ന് ഈ ഒരു ഇതിനകത്ത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയാലോ, 40 പെട്ടെന്ന് എത്ര ആവും, 100 ആവും, 120 ആവും, 200, 250 ആവും. അത് എക്സ്പയർ ഡേ ആണെങ്കിലോ വലിയൊരു ലോസിലേക്ക് വരും. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് നമുക്ക് ആർക്കും ഓപ്ഷൻ അറിയാവുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഇവിടെ വെച്ച് ഓപ്ഷൻ ബൈങ് ചെയ്യില്ല, കാരണം ഇത് കൺസോൾട്ടേഷൻ ഏരിയ ആണ്. കൺസോൾട്ടേഷൻ ഏരിയ തീറ്റ ഡിക്കേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബൈങ്ങിന് ആരും അവിടെ തുനിയത്തില്ല. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ ഓക്കെ, കൺസോൾട്ടേഷൻ ആണ്, തീറ്റ ഡിക്കേക്ക് അവർ തയ്യാറാവും. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ് എന്ത് സംഭവിക്കും, അവർ പ്രോഫിറ്റിലായിരിക്കുന്ന അവരുടെ പൊസിഷനെ ലോസിലേക്ക് ആക്കും. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കും, ഇവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടില്ലെന്ന്. എങ്ങനെ പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും, എങ്ങനെ ആ ഡിസിഷനോട്ട് നമ്മൾ വരും, കാരണം അവിടെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റ് കാണുന്നില്ല, താഴോട്ട ഡയറക്ഷൻ. ഇത് കണ്ട ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് ഫില്ലിംഗ് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു പാറ്റേണിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരുന്ന് ഒരു സെല്ല് ചെയ്ത, ഇവിടെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല സെല്ലേഴ്സ് ആയിരിക്കും വരുന്നത്, സെല്ല് ചെയ്ത ഈ മാർക്കറ്റിൽ പെട്ടെന്ന് ഈ ഫാള് വരുമ്പം ആ സെല്ലിങ് പൊസിഷൻസ് എല്ലാം ലോസിലോട്ട് വരും. അപ്പം നമ്മൾ ആസ് എ നോർമൽ റീറ്റെയിലർ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക, ഓക്കെ എന്തോ വലിയൊരു ന്യൂസ് മാർക്കറ്റിൽ സംഭവിച്ചു,
എവിടെ യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി മാറ്റി, അല്ലെങ്കിൽ എന്തോ സംഭവിച്ചു, നമ്മൾ പെട്ടെന്ന് ന്യൂസ് തപ്പാൻ നോക്കും, വാട്ട് ഹാപ്പൻ. ഇതാണ് നോർമലി എല്ലാ റീറ്റെയിലേഴ്സും ചെയ്യുന്നത്. പക്ഷേ ഇത് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയിരിക്കില്ല. ഇറ്റ് ഈസ് പ്യൂർലി മാർക്കറ്റ് മാനിപ്പുലേഷൻ ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ലാർജ് ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി, കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന മാനിപ്പുലേഷനാണ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾക്ക് കാരണം. നിങ്ങൾ നോക്കിയേ, ഈ മാർക്കറ്റ് ഇത് ഇവിടെ വന്നു ശേഷം ഈ ഒരു ലാസ്റ്റ് പൊസിഷൻ വന്ന ശേഷം മാർക്കറ്റ് തിരിച്ചു കയറിയത് കണ്ടോ? തിരിച്ചു കയറി എവിടെ വന്നു? ഈ ഒരു പോയിന്റിൽ തന്നെ അവർ കൊണ്ട് എത്തിച്ചില്ലേ? ഓക്കെ, എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് സിസ്റ്റം ആണെങ്കിൽ പിന്നെ എന്തിനിത് തിരിച്ച് കയറി? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, എവിടെയാണോ ഫാൾ വന്നത് അതിൻ്റെ മേളിൽ കയറി ട്രേഡ് ചെയ്തില്ലേ? ഇപ്പം ഇവിടെ ലോസ് ബുക്ക് ചെയ്തവർ എന്ത് സംഭവിക്കും? പെട്ടെന്ന് അവർ ലോസ് കയറി ബുക്ക് ചെയ്യും. പിന്നെ മാർക്കറ്റ്, പിന്നെ ചിലർ ഇവിടെ കയറി ഉടനെ ഇനിയും ഫാൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ തന്നെ മാർക്കറ്റ് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു കയറുന്നു, അവരുടെ പൊസിഷനും ലോസ്. ഇതാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സ് എങ്ങനെ സർവേ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആവും? നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയാലും എത്ര എമൗണ്ടാണ് അതിന് ട്രാൻസാക്ഷൻ ചാർജ്, GST ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് അല്ലേ? ബ്രോക്കർ ചാർജ് തന്നെ നല്ലൊരു എമൗണ്ട് വരും. അപ്പം ഇതുകൊണ്ടാണ് 99% ട്രേഡേഴ്സും ഫെയിൽഡ് ആകുന്നത്. നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിൽക്കുമായിരുന്നെങ്കിലോ, ഇൻഡിക്കേറ്റർ എന്ത് കാണിക്കും? ഇവിടെ ഒരു ഇപ്പം നമ്മൾ ഏതെങ്കിലും RSI അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മൂവിങ് ആവറേജസ്, ഇത് ഇവിടെ ഈ ക്യാൻഡിൽ ഇവിടെ വരുമ്പോഴായിരിക്കും മൂവിങ് ആവറേജ് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ താഴോട്ട് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് അടിക്കും. അപ്പം മൂവിങ് ആവറേജ് വീണ്ടും താഴോട്ടാന്ന് ഓർത്ത് വീണ്ടും നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് മാർക്കറ്റ് മേലോട്ട് കയറുമ്പോൾ ഇത് മേളിൽ എത്തി കഴിയുമ്പോഴായിരിക്കും ഇൻഡിക്കേറ്റർ പതുക്കെ മേലോട്ട് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ സർവേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ ഓർ ഇമ്പോസിബിൾ? അത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. സെക്കൻഡ്, ഞാൻ വേറൊരു ചാർട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു ചാർട്ട് കണ്ടോ? ഇതിനകത്ത് കൺസോൾട്ടേഷൻ അല്ലേ, ഇത് 2017 17 ഡിസംബർ കണ്ടോ? ഈ ഒരു ടൈമിലാണ് ഫാൾ വന്നത്. ഇവിടം വരെ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഇത് ഏകദേശം 2:30 ആയപ്പോഴാണ് ഈ ഫാൾ വന്നത്. ഓക്കെ, എന്ത് സംഭവിച്ചു? ഈ ഒരു ഫാൾ ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമോ? ഇങ്ങനെ ഒരു പാറ്റേൺസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുമോ? ഇല്ല അല്ലേ? ഇങ്ങനെ തൊട്ട് രാവിലെ തൊട്ട് കൺസൾട്ടേഷൻ പതുക്കെ, ഇത് ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ നമ്മൾ നോക്കി ഇതിങ്ങനെ കയറി പുതിയ ഹയർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ താഴോട്ട് അല്ലേ? അപ്പം ഇതാണ്. ഇനി ഞാൻ വേറൊരു ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും പോർഷൻസ് ഈ ഒരു ട്രേഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ ഇത്രയും പോർഷൻസ് നമ്മൾ മറക്കുക. ഓക്കെ, എന്നിട്ട് ഇത്രയും ഹാഫ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം രാവിലെ 9 ആകുമ്പോൾ ഈ മാർക്കറ്റ് കാണുന്നു, മാർക്കറ്റ് പതുക്കെ റിക്കവറായി ഇതിൻ്റെ ഹൈ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ട്രേഡിങ് അല്ലെങ്കിൽ ഡയറക്ഷൻ മേലിലോട്ടാണ്. വീണ്ടും അപ് ട്രെൻഡ് കാണിക്കുന്നു. നോർമൽ റീറ്റെയിൽ ചെറിയൊരു ബൈയിങ് പൊസിഷൻ എടുക്കും. ശേഷം എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ചെറിയ സ്കാൾപ്പിംഗ് നടത്തും. ശേഷം ഇവിടെ വരുമ്പോഴത്തേനും ഒരു 2:30 അപ്പോൾ അതിന് ഉച്ചയ്ക്ക് 2:30 14:42. സ്ലോയായിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇനി അപ് ട്രെൻഡ് ആയിരിക്കും. ഇതായിരിക്കും നോർമലി റീറ്റെയിൽ സെൻറ്റർ ചിന്തിക്കുക. കൃത്യം 2:30 ഇതേ ചെറിയൊരു റെഡ് വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും ഇതൊരു സാധാരണ ഒരു റീടെസ്റ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് ഇതേ കിടക്കുന്നു, ഈ ലോയുടെ താഴെ കൊണ്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇത്രയും നേരം കോൾ പിടിച്ചവരെല്ലാം ലോസിലോട്ടാക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചിന്തിക്കും? മാർക്കറ്റിൽ എന്തോ സംഭവിച്ചു, എന്തോ വലിയ ന്യൂസ് വന്നു, അതുകൊണ്ട് മാർക്കറ്റ് താഴെ പോയി. ഇതാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്നത് പ്യുവർലി ഒരു മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. ഇങ്ങനെ വരുന്നവരുടെ എല്ലാവരുടെയും പൊസിഷന് ക്ലോസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ താഴെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ച ശേഷം മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അവർക്ക് ലാർജ് ഫണ്ടാകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ വേണം. അപ്പോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും ഫണ്ടിറക്കും, ഫണ്ട് വിഡ്രോ ചെയ്യും. അത് ബൈയിങ് സെല്ലിങ് നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടത്തി നമ്മുടെ പൊസിഷൻസിനെ നമ്മളെ കൊണ്ട് തന്നെ എക്സിറ്റ് അടിപ്പിക്കും, അതും ലോസിൽ. ആ ലോസ് ആവുന്ന എമൗണ്ട് ആയിരിക്കും അവരുടെ പ്രോഫിറ്റ്. ഇതാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. അപ്പം നമ്മളൊരു ഇൻഡിക്കേറ്ററോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലോ, ഇൻഡിക്കേറ്റർ ഇപ്പോൾ 200 EMI മേലോട്ട് പോകുന്നു രാവിലെ തൊട്ട്. അപ്പോൾ ഈ 200 EMI മേലോട്ട് പോയി ഡയറക്ഷൻ കാണിക്കും, നമ്മൾ ബൈ ചെയ്യുന്നു. താഴോട്ട് ഇവിടെ വരുമ്പോഴായിരിക്കും 200 EMI താഴോട്ട് വരുന്നത് അല്ലേ? ഇതാണ് മാർക്കറ്റ്.
അപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്നും നമ്മളെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യില്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ. പക്ഷേ ആ ഡയറക്ഷനെ പോലും മാറ്റിമറിക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് കഴിവുണ്ട്. ഇതുകൊണ്ടാണ് 99% ട്രേഡേഴ്സും ഫെയിൽഡ് ആവുന്നത്. നമ്മൾ ഇന്നലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജി നെക്സ്റ്റ് ഡേ വർക്കിംഗ് ആവില്ല. ഓക്കെ, ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 36,000 കോടി മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയെന്നാണ് ന്യൂസിലുള്ളത്, സെബിയുടെ റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ അവർ ചെയ്യുന്ന രാവിലെ തന്നെ മാർക്കറ്റിനെ പമ്പ് ചെയ്യും, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്നതിന് അവർ പുട്ട് ഓപ്ഷൻസ് ലാർജ് എമൗണ്ടിൽ ബൈ ചെയ്യും, പെട്ടെന്ന് മാർക്കറ്റിനെ സെൽ ഓഫ് ചെയ്യും. അപ്പോഴത്തേനും അങ്ങനെ അത് എക്സ്പയർ ഡേയിലാണ് ചെയ്യുന്നത്. അപ്പം 100 രൂപയുടെ ഓപ്ഷനൊക്കെ പെട്ടെന്ന് 300-400 ആവും. അങ്ങനെ ആ ഒരു എമൗണ്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നു. ഓക്കെ, അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞത് കുറച്ച് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞോളൂ. അതിനെക്കുറിച്ച് മറ്റ് വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ സർവേ ചെയ്യും? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റല്ല, അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ മണ്ടത്തരം പഠിപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ സൈക്കോളജി, ലാസ്റ്റ് നമ്മളെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യും, പിന്നെ നമ്മൾ ഓവർ റിവെഞ്ച് ട്രേഡ് എടുക്കും. പക്ഷേ നമ്മളൊന്നും ഓർക്കുക, നമ്മളെക്കാൾ എക്സ്ട്രീംലി സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർക്കറിയാം ഒരു വാട്ട് ഈസ് എ റീറ്റെയിലർ മൈൻഡ് സെറ്റ് എന്താണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ന്യൂസ്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്താണ് ഒരു റീറ്റെയിലർക്ക് കിട്ടുന്ന ഡേറ്റ, ഇതെല്ലാം ഇവർക്കറിയാം. അപ്പോൾ അവരുടെ പൊസിഷൻ അവർ പ്രോഫിറ്റബിൾ ആക്കുന്നുണ്ടെങ്കിൽ ദേ ആർ എക്സ്ട്രീംലി സ്മാർട്ടർ ദാൻ അസ്. അപ്പം അവരുമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മൾ വലിയൊരു എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യണോ? നമ്മൾ എങ്ങനെ കളിക്കും ഇവർക്കെതിരെ, അല്ലേ? ഓപ്ഷൻ ബയ്യർക്ക് പൈസ പോയാൽ ഓപ്ഷൻ സെല്ലർക്ക് കിട്ടും, ഓപ്ഷൻ സെല്ലർക്ക് പൈസ പോയാൽ ഓപ്ഷൻ ബയ്യർക്ക് കിട്ടും. അപ്പം പിന്നെ കുറച്ച് ചാർജ് ഗവൺമെൻറ്റിന് പോകും. അപ്പം ഞാൻ കുറേ പാറ്റേൺസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചാർട്ടുകളെല്ലാം വൺ ഡയറക്ഷൻ മാർക്കറ്റിൽ ഞാൻ എടുത്തതാണ്. കണ്ടോ, ഇത് ലാസ്റ്റത്തെ ഒരു 5 വർഷത്തെ ഡേറ്റയാണെന്ന് കുട്ടിക്ക് 2017 തൊട്ടുണ്ട്, ഇതെല്ലാം ഒരു 8 വർഷത്തെ. അതിനകത്ത് ചില പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള മാർക്കറ്റിന് മാത്രം ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. കണ്ടോ, ചില ഡയറക്ഷൻസ് കണ്ടോ, ഇത് ഈ ഫാളൊക്കെ കണ്ടോ, കണ്ടോ ഈ ഒരു പാറ്റേൺ കണ്ടോ, രാവിലെ തന്നെ ഡൗൺ സൈഡ് 12ാമത്തെ മാർക്കറ്റ് റിക്കവർ ആവുന്നു. ഇതൊരു പക്ക ഈ 2012 ഇതൊരു ഗ്യാപ്പ് ഡൗൺ തന്നു, വീണ്ടും അപ്പ് ടേൺ ആണ്. ഇതൊക്കെ ഒരു ഇങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെ നമുക്ക് പിടിച്ചിരിക്കാം. നമുക്ക് വൺ ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്ത് റൈഡ് ചെയ്യാം. ഇതുണ്ട് 2022 സെപ്റ്റംബർ 30 ഉള്ള ഒരു പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ. രാവിലെ തന്നെ ബിഗ് അപ്പ് ട്രെൻഡ്, ഹെവി അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ചെറിയൊരു അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാൽപ്പ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഓക്കെ, അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു റൈഡറെ സംബന്ധിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് വെരി ലെസ്. അതായത് ഒരു വർഷത്തിൽ മാർക്കറ്റ് വൺ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ, മൊത്തം ഡേയ്സിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ 20% താഴെ ഉള്ളൂ മാർക്കറ്റ് വൺ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ കുറേ നേരം അപ്പ് ട്രെൻഡ് പോകും, പിന്നെ ഡൗൺ ട്രെൻഡ് പോകും, പിന്നെ കൺസോളിഡേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഒന്ന് സ്കാൽപ്പേഴ്സ് ആണെങ്കിൽ ഓക്കെ, ട്രേഡിംഗ് ആണ് ഇമ്പോസിബിൾ ആകുന്നത്. അപ്പം നമ്മൾ വലിയതായിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യല്. നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി വിജയിക്കുന്നുണ്ടോ, അത് ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് കൂടുതലും ഓപ്ഷൻ ബയേഴ്സ് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാതെ ഫെയിൽഡ് ആവുന്നതും. അതുപോലെ സെല്ലേഴ്സിന് എല്ലാ ദിവസവും പ്രോഫിറ്റായിട്ട് ഏതെങ്കിലും ഒരു ബിഗ് ഡേയിൽ അവർക്ക് എമൗണ്ട് എന്താകുന്നു, എമൗണ്ട് ഫാളാവുന്നു. ഇനി ഞാൻ വേറൊരു അധികം വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും ഞാനൊരു ഇന്നിപ്പോൾ 2025 ഓഗസ്റ്റ് 10 അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, I put in 1 hour. ഓക്കെ, 5 minutes ഇടാം. ഓക്കെ, 3 minutes ഇടാം. 3 minutes ചാർട്ടാണല്ലോ മുമ്പേ കാണിച്ച്. കണ്ടോ, ലാസ്റ്റ് ദിവസം ഇതൊരു ഫാൾ വന്നു. പക്ഷേ ഓവറോൾ നോക്കിയാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതുപോലെ ഡൗൺ വന്നു, അപ്പ് പോയി. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കണ്ടോ, ഇത് മിക്ക ദിവസവും ഇപ്പോൾ കൺസോളിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഓപ്ഷൻ ബയ്യർക്ക് അവസരങ്ങളില്ല.
അല്ലേ, വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. പക്ഷേ ഒരു സ്കാൽപ്പ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് നിൽക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കണ്ടോ, അപ്പ് ട്രെൻഡ് വന്നു, ഡൗൺ ട്രെൻഡ് വന്നു. ഇതിനകത്ത് ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റുക നമ്മൾ ഓക്കെയാണ്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യല്ലേ. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് വന്നോ ഇല്ലയോ, വന്നില്ലെങ്കിൽ വിട്ടുകളാം. ഓക്കെ, എന്നിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ മാർക്കറ്റിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഏകദേശം വിജയിച്ചു എന്ന് കരുതാം. ഓക്കെ, അപ്പം ഇതിൽ വിജയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓപ്ഷൻ ബൈയിങ് റൈഡിങ് ചെയ്ത്, ഇപ്പോൾ ഷിജുമോൻ ആൻ്റണിയെ പോലുള്ളവർ, അവർക്കിപ്പോൾ അത്രയും നാളത്തെ ചാർട്ട് പാറ്റേൺ റീഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എക്സ്പീരിയൻസ് ആണ് ഒരാളെ ലീഡ് ചെയ്യുന്നത്, മാർക്കറ്റിൽ പിടിച്ചു നിർത്തുന്നത്. പിന്നെ അവർക്കുള്ള ജോലി, അവരുടെ സാമ്പത്തിക നില, റിസ്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്: നിങ്ങൾ കഴിവതും ഓപ്ഷൻ മാർക്കറ്റിൽ നിന്ന് അകന്ന് നിൽക്കുക. ദാറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, പഠിക്കാൻ അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ഡെമോ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോട്ടൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക. പൈസ ഉണ്ടാക്കണോ എന്ന ആഗ്രഹത്തിലാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യണ്ട. യു ക്യാൻ ഡു സ്വിംഗ് ട്രേഡിങ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുന്നു, വില കുറയുമ്പോൾ വാങ്ങുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകുന്ന വരെ ഹോൾഡ് ചെയ്യാം. എമർജൻസി ഫണ്ട് ഉപയോഗിക്കാതിരുന്നാൽ മതി. സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടായാൽ മതി. നമ്മൾ ഒരുപാട് അങ്ങനെ ഐസക് ന്യൂട്ടൻ്റെ ബുദ്ധിയൊന്നും വേണ്ട. അത്യാവശ്യം ഡേറ്റ ഒക്കെ വായിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് GTP ഒക്കെ ഉപയോഗിക്കാനൊക്കെ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഡേറ്റ നോക്കി പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ട് നമുക്ക് ബൈയിങ് ലെവലൊക്കെ ഇതുപോലെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ ഒരു ട്രേഡിന് 1 ഹവറിലോട്ട് ഇട്ടിട്ട്, ഇപ്പോൾ ഒരു സാധാരണ ഒരു ബിഗിനർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് 1 ഹവറാണ്, നമുക്കൊരു 1 ഡേ ഇടാം. സ്വിംഗ് ട്രേഡിങ് നമ്മൾ 1 ഡേ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 1 ഡേ ഓർ 1 വീക്ക്, ദാറ്റ് ഈസ് ബെറ്റർ. അതുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ 2000 ഒരു ചെറിയ സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ ഏകദേശം സ്ട്രോങ് ആണ് എന്നൊക്കെ നമുക്ക് ഏകദേശം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആവറേജ് എടുത്തിട്ട് ഈ ഒരു ആവറേജ് പ്രൈസിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കുറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാം. അപ്പം ട്രേഡിങ്ങിൽ ഓപ്ഷൻസിൽ അധികാരം ചെയ്യാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ നല്ല പാഷനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ. കുറേ പൈസ പോയി, പിന്നെ പൈസ ഉണ്ടാക്കി, അങ്ങനെ കുറേ സാഹചര്യങ്ങളോട് കടന്നു പോയാണ്. അതിന് നല്ല ടെൻഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡാണ് ഓപ്ഷൻ ട്രേഡിങ്. അപ്പം പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്വിംഗ് ട്രേഡിങ്. അത് സ്റ്റോക്കിൽ ബൈ ചെയ്യുക, പിന്നെ സെല്ല് ചെയ്യുക, അങ്ങനെയൊക്കെ. അതിന് നിങ്ങൾക്ക് റെക്കമെൻഡേഷനൊക്കെ നിങ്ങളുടെ ബ്രോക്കറിൽ നിന്ന് തന്നെ കിട്ടും, വേറെ ആരോടും ചോദിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഇപ്പോൾ അപ്പ് സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ പോലും അവിടെ സ്റ്റോക്ക് ബൈയിങ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സെബി രജിസ്റ്റർ അനലിസ്റ്റിനുള്ള റെക്കമെൻഡേഷനൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാങ്ങുക, വിൽക്കുക. പക്ഷേ അത്യാവശ്യം ക്യാപിറ്റൽ വേണം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാവർക്കും ആ പൈസ ഉണ്ടാകണമെന്നില്ല. മിനിമം നമ്മുടെ കയ്യിൽ ഒരു 50,000 തൊട്ട് 1,00,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് പ്രോഫിറ്റ്, നമുക്കൊരു ചെറിയ നല്ല റിട്ടേൺ കിട്ടത്തുള്ളൂ. ഓപ്ഷൻ ട്രേഡിങ് ബൈയിങ്ങിലോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും